സ ഏവ മുക്തഃ പിതാ ആത്മനഃ സത്യദായൈ പ്രേഷയാമാസ. സ ച യമഭവനം ഗത്വാ തിസ്രോ രാത്രിഃ ഉവാസ യമേ പ്രോഷിതേ. പ്രോഷ്യാഗതം യമം അമാത്യാഃ ഭാര്യാഃ വാ ഊചുഃ ബോധയന്തഃ. അടുത്ത മന്ത്രം ഒരു ബന്ധമില്ലാത്ത മന്ത്രം, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മന്ത്രമാണ് അടുത്ത മന്ത്രം. അപ്പോൾ ഭാഷ്യകാരൻ ബന്ധിപ്പിക്കുകയാണ്. എങ്ങനെയാ ബന്ധിപ്പിക്കണത്? സഹ ഏവ മുക്തഃ പിതാ ആത്മനഃ സത്യദായൈ പ്രേഷയാമാസ. സഹ ച യമഭവനം ഗത്വാ തിസ്രോ രാത്രിഃ ഉവാസ യമേ പ്രോഷിതേ. പ്രോഷ്യ ആഗതം യമം അമാത്യാഃ ഭാര്യാഃ വാ ഊചുഃ ബോധയന്തഃ. അപ്പൊ ഇങ്ങനെ പറയപ്പെട്ടതായ അച്ഛൻ തൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി മകനെ പറഞ്ഞയച്ചു. ഭാഷ്യകാരൻ പറയുന്നതാണേ, പൊയ്ക്കോ, നീ നിന്റെ ഇഷ്ടപ്രകാരം പൊയ്ക്കോ എന്ന് പറഞ്ഞതാണോ അല്ല പറഞ്ഞയച്ചതാണോ എന്ന് നമുക്കറിയില്ല. കാരണം പറഞ്ഞയക്കേണ്ടത് യമന്റെ അടുത്തേക്കാണല്ലോ. പറഞ്ഞയച്ചു, കഴിഞ്ഞു. സച്ച അവനാകട്ടെ യമഭവനം ഗത്വ യമന്റെ വീട്ടിലെത്തി. യമന്റെ വീട്ടിലെത്തിയിട്ട് എന്തുണ്ടായി? തിസ്രോ രാത്രിഹി 3 രാത്രികൾ ഉവാസ താമസിച്ചു. 3 രാത്രി താമസിച്ചു. ഇപ്പൊ എന്താ 3 പകല് താമസിച്ചില്ലേ? പകല് കഴിഞ്ഞിട്ടില്ല രാത്രി. അതിന് പകല് താമസിച്ചു എന്ന് പറഞ്ഞോടെ. 3 പകൽ താമസിച്ചു എന്ന് പറയാതെ 3 രാത്രി താമസിച്ചു എന്തിനാ പറഞ്ഞേ? പകലാവുമ്പോ ഓരോരോ തിരക്കും കളികളും വർത്തമാനങ്ങളും ആൾക്കാരെയും ഒക്കെ കണ്ടും കേട്ടും സമയം പോണത് അറിയില്ല. രാത്രി ആവുമ്പോൾ ഓരോരുത്തർ അവനവൻ്റെ പാട്ടിൽ കിടക്കാൻ പോകും. ഇവൻ മാത്രം അങ്ങനെ നിൽക്കുക. ഒന്ന് ആലോചിച്ച് എന്തൊരു സങ്കടമാണ്. ഒരാളൊരു സീറ്റ് കൊടുത്തിട്ടില്ല. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കത്. പകലിപ്പോ പല പണിയും വരവും പോക്കും ഒക്കെ കണ്ടിട്ട് നമുക്ക് നേരം പോക്കാം. തമാശ പറയല്ല. ഇപ്പൊ അവിടെ ഹാളിൽ ഇരുന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു നോക്കണം. അപ്പം അറിയാം. നമ്മളിപ്പോ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു നിൽക്കുകയെന്ന് വിചാരിച്ചോളൂ. അകത്തേക്ക് കയറാൻ അധികാരമില്ല. അതെ, അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ പുറത്ത് നിൽക്കണം. പകലാകുമ്പോൾ പലരും വരികയും പോവുകയൊക്കെ ചെയ്യണതൊക്കെ കണ്ടിങ്ങനെ നേരം പോക്ക് പക്ഷികൾ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അവനൊക്കെ പോയി കിടന്നുറങ്ങും രാത്രി ആവുമ്പോൾ. ഇവൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇതൊരു കഷ്ടപ്പാടാന്ന് ആലോചിച്ച് നോക്കാത്. അങ്ങനത്തെ അവസ്ഥയിൽ എത്തിയാലേ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് രാത്രി പറയാൻ കാരണം. 3 രാത്രി താമസിച്ചു. പാവം. യമേ പ്രോഷിതേ. യമൻ പ്രവാസത്തിലാ. യമൻ പ്രവാസത്തിലായപ്പോ 3 രാത്രി അവിടെ കഴിഞ്ഞു. തുടർന്നോ? പ്രോഷ്യ ആഗതം യമം. യമൻ പണി കഴിഞ്ഞ് തിരിച്ചെത്തി. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി. 3 ദിവസം കഴിഞ്ഞ് യമൻ തിരിച്ചെത്തിയപ്പോ അമാത്യാഹ വാ ഭാര്യാഹ വാ, ഒന്നുകിൽ യമന്റെ മന്ത്രിമാര് അല്ലെങ്കിൽ യമന്റെ പത്നിമാര്. അവിടെ ഊചുഹു എന്നുള്ള ബഹുവചനം കൊണ്ടാണ് പത്നിമാരെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞ ഏകവചനാണ്. പത്നി എന്നേ അർത്ഥമുള്ളൂ, പത്നി. പക്ഷെ അങ്ങനെയാകുമ്പോൾ ഊചു എന്നുള്ള ബഹുവചനം യോജിക്കില്ല. അല്ലെങ്കിൽ അമാത്യാഹ ഭാര്യാച്ച എന്ന് പറഞ്ഞാൽ ശരിയാവും. വാ പറഞ്ഞുകൊണ്ടാണ് ഭാര്യമാർ എന്ന് പറഞ്ഞത്. എല്ലാവർക്കും വിരോധം തോന്നരുത്, ഭാഷാശുദ്ധിയാണത്. അപ്പൊ ഒന്നുകിൽ ഭൃത്യന്മാര് അല്ലെങ്കിൽ പത്നിമാര് യമനോട് പറഞ്ഞു, ബോധയന്തഹ, ബോധിപ്പിക്കുന്നവരായിട്ട്. എന്താ പറഞ്ഞത്? വൈശ്വാനര പ്രവിശത്യതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യൈതാം ശാന്തിം കുർവന്തി ഹര വൈവസ്വതോദകം. വൈശ്വാനര പ്രവിശത്യതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ.
തസ്യൈതാം ശാന്തിം കുർവന്തി ഹര വൈവസ്വതോദകം. ഹേ വൈവസ്വതാ, യമാ, വിവസ്വാന്റെ മകൻ. വിവസ്വത അപത്യം, പുമാൻ. വിവസ്വാന്റെ ആൺകുട്ടിക്കാണ് വൈവസ്വത എന്ന് പറയുക, യമൻ. ഹേ വിവസ്വാന്റെ മകനെ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറയാം. വൈശ്വാനരഹ പ്രവിശതി. അഗ്നി വരുന്നു, തീ പിടിക്കുന്നുണ്ട്. വൈശ്വാനരഹ പ്രവിശതി, വൈശ്വാനരൻ പ്രവേശിക്കുന്നു. പോരെങ്കിലോ അതിഥി, അതിഥിയാണ്. അതും പോരെങ്കിലോ ബ്രാഹ്മണ, ബ്രാഹ്മണനാണ്. ഗൃഹാൻ, വീടുകളിലേക്ക്. കുറെ വീടുണ്ടല്ലോ ഇപ്പൊ അവിടെ. ഈ വീടുകളിലേക്ക് അതാ തീ പിടിക്കണോ എന്ന് പറയാം. വളരെ ആലങ്കാരികമായൊരു പ്രയോഗമാണത്. ഇവിടെ വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ അഗ്നി. എന്താ ആലങ്കാരിക പ്രയോഗം എന്ന് ചോദിച്ചാൽ, ബ്രഹ്മചാരിയെ അഗ്നി എന്ന് പറയാറുണ്ട്. ബ്രഹ്മചാരിയുടെ പര്യായങ്ങളിൽ പെട്ടതാണ് അഗ്നി. എന്താ കാരണം? ബ്രഹ്മചാരി ദിവസവും അഗ്നിക്രിയ ചെയ്യണം. ദിവസവും അഗ്നിക്രിയ ചെയ്യുന്നവനാണ് ബ്രഹ്മചാരി. അഗ്നിക്രിയ ഉപേക്ഷിച്ചവനാണ് സന്യാസി. ഇപ്പൊ ബ്രഹ്മചാരിമാരും ഞങ്ങൾ സന്യാസിമാരെന്ന് വിചാരിച്ചിരിക്കുന്നവരാ. അഗ്നിക്രിയയില്ല, ഒന്നുമില്ല. അതെ, തമാശയല്ല, വലിയ കഷ്ടമാണ്. അഗ്നിക്രിയയില്ല, ഉപാസനയില്ല, ഒന്നുമില്ല. അവസാനം എല്ലാം കൂടി തണുത്ത് ആയിട്ട് പോകും. ബ്രഹ്മചാരി ആണെങ്കിൽ ദിവസവും അഗ്നി ചെയ്യണം. ദിവസവും അഗ്നി ചെയ്യുന്നവന് പറയുന്ന പേരാണ് അഗ്നി. അഗ്നി ചെയ്യുന്നവൻ അഗ്നി. നമ്മൾ അങ്ങനെ പറയാറില്ലേ? ഇല്ല. ചില ആൾക്കാർ വരുമ്പോൾ പറയാറുണ്ട്, വെള്ളം വരുന്നുണ്ടോ. വെള്ളാ വരുന്നത്? ഏയ്, വെള്ളമല്ല, അത് മനുഷ്യനാ വരുന്നത്. പിന്നെന്താണ്? അവൻ വെള്ളക്കാരനാണെന്നാണ് അർത്ഥം. വെള്ളക്കാരൻ എന്ന് പോലും അല്ല പറയുക, വെള്ളം വരുന്നുണ്ടെന്നാ പറയുക. ഇല്ലേ? അത് ശരിയായ ശൈലി. അത് അതുപോലെ തന്നെയാ. അത് അഗ്നിക്രിയ ചെയ്യുന്നവൻ അഗ്നി. അപ്പൊ അഗ്നിയാണ് ബ്രഹ്മചാരി. ബ്രഹ്മചാരി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം അഗ്നിയാണ് വന്നിട്ടുള്ളത്. തീ പിടിക്കും, വീടൊന്നായിട്ട് കത്തിപ്പോകും. കരുതണം. ഒരു ബ്രഹ്മചാരി വീട്ടിൽ വന്നാൽ വളരെ കരുതലോടുകൂടി അയാളെ ശുശ്രൂഷിച്ച് സേവിച്ച് സന്തോഷിപ്പിച്ച് വിടണം. അല്ലാച്ചാ വീട് തീ പിടിപ്പിക്കും. അതെ, തമാശയല്ല. തമാശയായിട്ട് കൂട്ടരുതൊന്നും. കാല് കഴുകാൻ വെള്ളം കൊടുത്ത്, കുടിക്കാൻ വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, എന്തെങ്കിലും ദക്ഷിണയും കൊടുത്ത് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ തീ പിടിക്കും വീടിന്. പേടിച്ചിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അതാണ് വൈശ്വാനരഹ പ്രവിശതി. പക്ഷെ അതിനുള്ള അഗ്നി അയാൾക്കുണ്ടാവണം കേട്ടോ. എന്ത്? അല്ലാത്ത ആള് ചെന്നാ കണക്ക് തന്നെ. തീ കത്തണ പോയിട്ടുള്ളതും കൂടി കെടും. അതിനുള്ള വീര്യം അയാൾക്ക് ഉണ്ടാവണം. ഉപാസനയുടെ വീര്യം അയാൾക്കും ഉണ്ടാവണം. അപ്പോ വൈശ്വാനരഹ പ്രവിശതി, അതിഥി. ഇനി വൈശ്വാനരനല്ലെങ്കിൽ പോലും അതിഥിയെ പൂജിക്കേണ്ടത് കർത്തവ്യമാണ്. അതിഥി പൂജ നമ്മുടെ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനമാണ്. അതിഥി ദേവനാണ്. അപ്പൊ ഇയാൾ എന്തുകൊണ്ടും അതിഥിയാണ്. കാരണം ക്ഷണിക്കാണ്ട് വന്ന ആളാണ്. ഇല്ലേ? അതെ, ക്ഷണിച്ചു വന്ന ആളെ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ക്ഷണിക്കാണ്ട് വന്ന ആളെ വളരെ പരിഗണിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദേവപൂജയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും അതിഥി പൂജയ്ക്ക് വേണം. അതെ, പൂജിക്കണം. അവരധികം പൂജിക്കണം. ക്ഷണിച്ചു വന്നവരെ പൂജിക്കണം.
ക്ഷണിക്കാത്ത വന്നവർ അതിനേക്കാൾ പൂജിക്കണം. അയാളല്ലേ വന്നത്, മറ്റേയാൾ നമ്മൾ വിളിച്ചിട്ട് വന്നതല്ലേ. ഇത് വിളിക്കാണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നതല്ലേ. എന്താ കഥ? മറ്റേയാൾ നമ്മൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. വിളിച്ചു വന്നാൾ അവിടെ ഇരിക്കും കേട്ടോ. വിളിക്കാതെ വന്നാൾ ഞാൻ അയാളൊന്ന് പൂജിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ പൂജിക്കാന്ന് പറയണം. കാരണം മറ്റേയാൾ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുക, വിളിക്കുക പോലും ചെയ്യാതെ. എന്താ കഥ? അതിനാണ് വീട്ടിൽ ഉമ്മർത്ത് കിണ്ടിയിൽ വെള്ളം വെച്ചിരുന്നു നമ്മളെ പൂർവികന്മാർ. രാവിലെ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു കിണ്ടിയിൽ വെള്ളം ഉമ്മർത്ത് വയ്ക്കും. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് അതെടുത്ത് കഴുകി കമഴ്ത്തി വയ്ക്കും. എന്താ കാരണം? സന്ധ്യ കഴിഞ്ഞാൽ അതിഥി വരരുത്. കള്ളന്മാർ ക്ഷണിക്കാതെ വരുന്നുണ്ട്. അതിനെന്താ? അപ്പൊ അവരെ പൂജിക്കണ്ടെന്നോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവരെ അതിഥിയായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് വിളക്ക് കിണ്ടി കഴുകി കമഴ്ത്തി വയ്ക്കും. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അതിഥിക്ക് സ്ഥാനമില്ല. ഒരു അതിഥിയും സന്ധ്യ കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെല്ലാൻ പാടില്ല, സന്ധ്യയ്ക്ക് മുമ്പ് പോകണം. അത് ഇന്നും നമ്മൾ ആശ്രമങ്ങളിലൊക്കെ പരിപാലിക്കുന്നുണ്ട്. ഉത്തരഭാരതത്തിലൊന്നും ഒരു ആശ്രമത്തിലും സന്ധ്യ കഴിഞ്ഞാൽ കയറ്റില്ല. ഇപ്പം അതൊക്കെ പോയിട്ടോ, അപ്പോൾ രാത്രി അർദ്ധരാത്രി ഒക്കെ പോകും. പക്ഷെ ഇപ്പോഴും പഴയ സമ്പ്രദായം നോക്കുന്നവരാരും സന്ധ്യ കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കയറി ചെല്ലില്ല. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും താമസിച്ച് പിറ്റേന്ന് രാവിലെ പോകും, രാത്രി പോവില്ല. രാത്രി പോവാന്ന് പറഞ്ഞാൽ അത് അർത്ഥം മോശ. അത് വ്യഭിചാര സ്ഥലങ്ങളിലാണ് പൊതുവെ രാത്രി പോവുക, അതിഥി പോവില്ല. അത് വേറെ പ്രകരണത്തിൽ നമുക്ക് പഠിക്കാം. അത് വേറെ പ്രകരണത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. അഥാഭ്യാഖ്യാതേഷു ഏതത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ അയുക്താഃ അലോക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേഥാഃ എന്ന് ആ പ്രകരണം ചിന്തിച്ചിട്ടുണ്ട്. തൈത്തിരീയോപനിഷത്തിൽ ഒന്നാമത്തെ അനുവാകത്തിൽ, ഒന്നാമത്തെ വല്ലിയിൽ 11ാമത്തെ അനുവാകം. അത് അവിടെ ചിന്തിക്കാം, ഇവിടെ വേണ്ട. ഇവിടെ ഇപ്പം അതിഥിയുടെ കഥയാണ് പറഞ്ഞത്. ഇയാൾ കള്ളനൊന്നും അല്ലല്ലോ, അതിഥിയല്ലേ. അപ്പൊ അതിഥിയാണ്, പോരെങ്കിൽ ബ്രാഹ്മണനാണ്, വേദം പഠിക്കുന്നവനാണ്. അപ്പൊ മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് നമ്മൾ ബഹുമാനിക്കേണ്ടത് വേദം പഠിക്കുന്നവരെയാണ്, വിദ്വാൻമാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന വേണം. പോരെങ്കിൽ അതിഥിയാണ്, പോരെങ്കിൽ അഗ്നിക്രിയ ചെയ്യുന്ന ആളാണ്, എന്തുകൊണ്ടും പൂജ്യനാണ്, പ്രപൂജ്യനാണ്. അങ്ങനെയുള്ള അതിഥിയാണിതാ വീടുകളിലേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട പോലെ തണുപ്പിച്ചിട്ടില്ലാച്ചാൽ വീടൊക്കെ കത്തിപ്പോവും. അതാണ്. അതുകൊണ്ട് എന്ത് വേണം? തസ്യൈതാം ശാന്തിം കുർവന്തി. ബുദ്ധിയുള്ളവര് അവന്റെ ശാന്തിയെ ചെയ്യുന്നു. എങ്ങനെയാ ശാന്തിയെ ചെയ്യാം? വേഗം തന്നെ വെള്ളം കൊണ്ടുപോവുക, കാല് കഴിക്കുക, വരൂ കേട്ടോ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്തുക. ആദ്യം വേറെ ഭക്ഷണം ഒന്നുമില്ലെങ്കിൽ ആദ്യം കുടിക്കാൻ കുറച്ച് പച്ചവെള്ളം കൊടുക്കുക, മതി, തണുത്തു. ഏത് ചൂടായ ആളായാലും ഒരു അര ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ തണുക്കും, അല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കൊള്ളൂല്ലെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ യഥേഷ്ടം വേറെ എന്തും ആവാം, ഭക്ഷണമാവാം, അല്ലേ? ആസനം, അർഘ്യം, നൈവേദ്യം, ധൂപം. ധൂപം ഒരു പുക വലിച്ചോളൂ. ആ ആ ബാക്കി ഉപചാരങ്ങൾ ഇഷ്ടം പോലെ ആവാം, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ആവാം.
പക്ഷെ എന്തായാലും അതിഥി പൂജ വേണം. അതാണ് തസ്സീതാം ശാന്തിയും കുറുവന്തി. വിവരമുള്ളവർ അവന് ശാന്തിയെ ചെയ്യും. അതുകൊണ്ട് ഹേ വൈവസ്വത, അല്ലയോ യമ, ഹര ഉദകം, വെള്ളം എടുത്തോളൂ, വേഗം വെള്ളം എടുത്ത് ഓടിപ്പോയിക്കോളൂ. ഹര ഉദകം, ഹര ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്തോളൂ, വെള്ളം എടുത്ത് പോയിക്കോളൂ, വേഗം അയാളെ തണുപ്പിക്കൂ. അതാ വേണ്ടത്. ഞാൻ യമനാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യമന്റെ സീറ്റെല്ലാം തെറിച്ചു പോകും അതിഥിനെ പൂജിച്ചിട്ടില്ല വെച്ചാൽ. ആ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മന്ത്രിമാരോ പത്നിമാരോ പറഞ്ഞു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഒരു ബന്ധമില്ലാത്ത മന്ത്രമായത്. വൈശ്വാനരഃ അഗ്നിരേവ സാക്ഷാത് പ്രവിശതി അതിഥി സൻ ബ്രാഹ്മണഃ ഗൃഹാൻ ദഹന്നിവ തസ്യ ദാഹം ശമയന്തഃ ഇവ അഗ്നേഃ ഏതാം പാദ്യാസനാദിദാനലക്ഷണം ശാന്തിം കുർവന്തി സന്തഃ അതിഥേഃ യതഃ അതഃ ഹര ആഹര ഹേ വൈവസ്വത ഉദകം നചികേതസേ പാദ്യാർത്ഥം യതഃ ച അകരണേ പ്രത്യവായഃ ശ്രൂയതേ. വൈശ്വാനരഃ അഗ്നിഃ ഏവ സാക്ഷാത് പ്രവിശതി അതിഥിഃ സൻ ബ്രാഹ്മണഃ ഗൃഹാൻ ദഹൻ ഇവ തസ്യ ദാഹം ശമയന്തഃ ഇവ അഗ്നേഃ ഏതാം പാദ്യാസനാദിദാനലക്ഷണം ശാന്തിം കുർവന്തി സന്തഃ അതിഥേഃ യതഃ അതഃ ഹര ആഹര ഹേ വൈവസ്വത ഉദകം നചികേതസേ പാദ്യാർത്ഥം യതഃ ച അകരണേ പ്രത്യവായഃ ശ്രൂയതേ. വൈശ്വാനരഃ അഗ്നിരേവ, അഗ്നി തന്നെയാണ് വന്നിട്ടുള്ളത്. അഗ്നി തന്നെയാണ്, അഗ്നിക്രിയ ചെയ്യുന്നവൻ അഗ്നി, അഗ്നി തന്നെയാണ് വന്നിട്ടുള്ളത്. സാക്ഷാത് പ്രവിശതി, പ്രവേശിക്കുന്നു. അതിഥി ബ്രാഹ്മണ, എങ്ങനെയാ പ്രവേശിക്കുന്നത്? ഗൃഹാൻ ദഹൻ ഇവ, വീടുകളെ കത്തിക്കുന്നത് പോലെയാ വരുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? വേണ്ടതുപോലെ പരിഗണിക്കപ്പെടാതിരുന്നാൽ അതിഥി വീട് കത്തിക്കും. ഇപ്പൊ ഇതിപ്പോ എത്ര ദിവസമായി? 3 രാത്രിയായി. എന്തായാലും 2 പകലായിട്ടുണ്ടാവും. ചിലപ്പോൾ 3 പകലും 3 രാത്രി ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ 2 പകലും 3 രാത്രി ആയിട്ടുണ്ടാവും. എന്താ കഥ? അപ്പൊ കത്താഞ്ഞ ഭാഗ്യാണ് അല്ലേ? ആലോചിച്ച് നോക്കും. അതെ, നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് വെള്ളവും ഇല്ല, ആരും തിരിഞ്ഞു നോക്കണമില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? വലിയ വിഷമാവില്ലേ? അതുകൊണ്ട് തസ്യ ദാഹം ശമയന്തഃ, അവന്റെ ദാഹം ശമിപ്പിക്കുന്നത് പോലെ പാദ്യാസനാദി ദാനലക്ഷണം ശാന്തിം കുർവന്തി സന്തഃ, വിവരമുള്ളവര് ശാന്തിക്രിയയെ ചെയ്യുന്നു. എന്താ ശാന്തിക്രിയ? പാദ്യ ആസനാദി ദാനലക്ഷണം. പാദ്യം ചാ കാല് കഴുകാൻ വെള്ളം, അതെല്ലാ വീട്ടിലും മുമ്പ് തന്നെ വേണം ഇല്ലേ? ഒരു ടാപ്പ് വെച്ചാൽ മതി, മതി. അത് കിണ്ടി തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ടാപ്പ് വീട്ടിന്റെ മുമ്പിൽ വേണം വരുന്നവർക്ക് കാല് കഴുകാൻ. കിണ്ടി വെച്ചാൽ, കിണ്ടി വെക്കണ്ട, ടാപ്പ് മതി. ഇനി കഴുകിച്ചു കൊടുക്കേണ്ട ഒരു 5 കഴുകിച്ചു കൊടുക്കണം. അമ്മ, അച്ഛൻ, ആചാര്യൻ ഇങ്ങനെയുള്ളവർ വരികയാണെങ്കിൽ കഴുകിക്കണം. അമ്മ, അച്ഛൻ, ആചാര്യൻ അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ടവരാണെങ്കിൽ വെള്ളം കൊടുത്താൽ പോരാ, കാല് കഴുകിച്ചിട്ട് കയറ്റണം. അല്ലാണ്ട് സഖാക്കളാണെങ്കിൽ കഴുകിക്കണ്ട. സഖാക്കളാണെങ്കിൽ വെള്ളം കൊടുത്തേക്കുക. അതെ, സഖാക്കളെ കാല് കഴിക്കാൻ പാടില്ല. എന്ത്?
ആ, അവരെ കാല് കഴിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, അതിനുള്ള ഔചിത്യം നമുക്ക് വേണം. ആരെ കഴിയിക്കണം, ആർക്ക് വെള്ളം കൊടുക്കണം. പക്ഷെ വെള്ളം എല്ലാവർക്കും കൊടുക്കണം. ഒരാളെ പോലും പുറത്തുള്ള അശുദ്ധിയായിട്ട് വീട്ടിലേക്ക് കയറാൻ അനുവദിക്കരുത്. അത് നമ്മുടെ ശീലമാണ്. അതൊക്കെ അപ്പോൾ പോയി. കാല് കഴുകി വൃത്തിയായിട്ടല്ലാതെ വീടിൻ്റെ അകത്തേക്ക് കയറുന്ന പതിവില്ല. ഇന്നിപ്പോൾ പുറത്തിട്ട ഷൂസ് അടക്കം ഇട്ടിട്ട് ബെഡ്റൂമിലടക്കം പോകും. ഇല്ല, ഉണ്ട്. എന്നിട്ട് സംസ്കാരമെന്ന് പറയുകയും ചെയ്യും. കുറച്ചു കാലം ഉണ്ടായിരുന്ന ഒരു ശ്രദ്ധയൊക്കെ കോവിഡ് വന്നപ്പോൾ, കുറച്ചു കാലം, അത് 2 കൊല്ലം കൊണ്ടാവും പോയി. ഒരു ശ്രദ്ധയില്ല. എന്താട്ടെ. അതഹ ഹര ആഹര ഹേ വൈവസ്വത, അല്ലയോ വൈവസ്വത, എടുത്തോളൂ. എന്തെടുക്കണം? ഉദകം, വെള്ളം. വെള്ളം എടുത്തോളൂ. നചികേതസെ പാദ്യാർത്ഥം, നചികേതസിന്റെ കാല് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുടിക്കാനൊക്കെ പിന്നെ കൊടുക്കുക, ആദ്യം കാല് കഴിക്കുക. ഒന്ന് കാലം തണുക്കട്ടെ ആദ്യം. യതഹ ചകരണേ, അത് ചെയ്തില്ലെങ്കിൽ പ്രത്യവായ ശ്രൂയതേ, പാപം കേൾക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്. അതിഥി പൂജ വേണ്ടോണം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്. എന്താ പാപം? ആശാ പ്രതീക്ഷേ സംഗതം സുനിർദാം ച ഇഷ്ടാപൂർത്തേ പുത്ര പശുംശ്ച സർവാൻ ഏതദ്വൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. ആശാ പ്രതീക്ഷേ സംഗതം സുനിർദാം ച ഇഷ്ടാപൂർത്തേ പുത്ര പശുംശ്ച സർവാൻ ഏതദ്വൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. യസ്യ അല്പമേധസഃ ഗൃഹേ ബ്രാഹ്മണഃ വസതി സഹ ഏതത് സർവം വൃങ്ക്തേ. ഏതൊരു ബുദ്ധിയില്ലാത്തവന്റെ വീട്ടിലാണോ ബ്രാഹ്മണൻ വേണ്ടതുപോലെ പരിഗണിക്കപ്പെടാതെ കഴിയുന്നത്, അവന്റെ എല്ലാം കൊണ്ടുപോകും. എന്തൊക്കെ കൊണ്ടുപോകും? ആശാപ്രതീക്ഷയെ, ആശയും പ്രതീക്ഷയും ഒക്കെ നഷ്ടപ്പെടും. വളരെ ശ്രദ്ധിക്കുക. വേദം പഠിക്കുന്നവര്, വിദ്യാർത്ഥികള്, അതിഥികള് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ശാന്തിക്രിയ ചെയ്തോളണം. ഇല്ലെങ്കിൽ നമ്മൾ ആശയം പോവും, പ്രതീക്ഷയും പോവും. എന്താ ആശയം പ്രതീക്ഷയുള്ള വ്യത്യാസം? രണ്ടും ആഗ്രഹങ്ങളാണ്. നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആഗ്രഹങ്ങളാണ്, അല്ലേ? അല്ല? അതെ, സംശയമൊന്നുമില്ല. ആഗ്രഹങ്ങൾ 2 പ്രകാരത്തിലാണ്. ഒന്ന് ആശ, 2 പ്രതീക്ഷ. കിട്ടും എന്നുറപ്പുള്ളത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കലാണ്. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്തത് ആഗ്രഹിക്കുമ്പോൾ അത് ആശിക്കലാണ്. ഞാനിങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, സ്വാമി 100 ഉറുപ്പ്യ 1 കോടി ഉറുപ്പ്യ കിട്ടും, 100 ഉറുപ്പ്യ 1 കോടി ഉറുപ്പ്യ കിട്ടും. അപ്പോൾ ഞാൻ 1 കോടി ഉറുപ്പ്യ കിട്ടിയാൽ നന്നായല്ലോ എന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുത്തു. ഞാനിങ്ങനെ ആഗ്രഹിക്കുക, എന്ത്, എനിക്ക് 1 കോടി കിട്ടണേ, 1 കോടി കിട്ടണേ, 1 കോടി കിട്ടണേ. അതെന്താണ്? ആശയാണോ പ്രതീക്ഷയാണോ? ആശ. അത് ആശയാണ്, പ്രതീക്ഷയല്ല. നറുക്കെടുത്തു. കഷ്ടകാലത്തിന് എൻ്റെ ടിക്കറ്റിനാണ് 1ാം സ്ഥാനം. ഞാൻ വാങ്ങിയ ടിക്കറ്റിനാണ് 1ാം സമ്മാനം. അതെ, പക്ഷേ സർക്കാരിൻ്റെ അടുത്ത് പണമില്ല.
തരാൻ പണമില്ല. ഇനിയിപ്പോൾ ഓണം വരുന്നുണ്ട്, അപ്പോൾ മദ്യക്കച്ചവടം ഉഷാറാവും, ഒന്നും കൂടി ഉഷാറാവും. അപ്പോൾ സർക്കാരിന് പൈസയാവും. അതും ഇല്ലെങ്കിൽ മണ്ഡലകാലം വരുന്നുണ്ട്, അമ്പലങ്ങളിലെ ഭണ്ഡാരമൊക്കെ നിറയും, അപ്പോഴും സർക്കാരിന് പണമാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ തരുള്ളൂ, കിട്ടുന്നുറപ്പാണ് എന്ന് സർക്കാരിന് പൈസ ആവുമ്പോൾ. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കുക കിട്ടണേ. അതെന്താണ്? അത് പ്രതീക്ഷയാണ്. കാരണം അത് കിട്ടുന്നുറപ്പായി, എന്നാന്നറിയില്ല. ഇതാണ് ആശയം പ്രതീക്ഷയുള്ള വ്യത്യാസം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല ആശകളും പ്രതീക്ഷകളും ഉണ്ടാവും, പലർക്കും ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ല? ഉണ്ടാവും. ഉണ്ടാവണം. എന്നോടൊരു മുത്തശ്ശി എന്നോട് പറഞ്ഞാണ്, തട്ടിപ്പല്ലാതെ കേട്ടോ, ഉള്ളതാണ്. സ്വാമി, എൻ്റെ മോൻ മരിച്ചാ എന്നെ ആരാ നോക്കുക? നോക്കണേ, സത്യമായിട്ടും. കാരണം ഈ മകൻ അത്രയും സ്നേഹമായിട്ടാണ് അമ്മയെ നോക്കുന്നത്. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്നുള്ള മട്ടിലാണ് മകൻ അമ്മയെ നോക്കുന്നത്. അത്രയും നന്നായി നോക്കുക. അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് മകനോട്. എന്നിട്ട് ആ മകനെ കൊണ്ടാ പറഞ്ഞത്, അവൻ മരിച്ചു പോയാൽ എന്നെ ആര്? ഇവർക്ക് ഈ മരണവും ഇല്ല, ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് ഈ ആശയം പ്രതീക്ഷേന്റെ സ്വഭാവം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാ. അപ്പോ ജീവിതത്തിൽ ആശിച്ചത് മുഴുവൻ നഷ്ടപ്പെടും, പ്രതീക്ഷിച്ചത് മുഴുവൻ നഷ്ടപ്പെടും. എപ്പോ? അതിഥിയെ വേണ്ടതുപോലെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. സംഗതം സൂനിർദാം ച. സൂനിർദാം സംഗതം. സൂനിർദ എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ. നല്ല വാക്ക് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പുണ്യം ഉണ്ടാവും. ലോകത്തിൽ നല്ല വാക്കുകൾ പ്രയോഗിക്കുന്നത് കൊണ്ട് പുണ്യം ഉണ്ടാവും. ദുഷിച്ച വാക്കുകൾ പ്രയോഗിച്ചാൽ പാപം ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും നല്ല വാക്ക് പ്രയോഗിച്ച് ശീലിക്കണം. നല്ല വാക്ക് പറഞ്ഞ് ശീലിച്ചാൽ പുണ്യം കിട്ടിയിട്ടില്ലെങ്കിലും കൂട്ടുകാരെങ്കിലും ഉണ്ടാവില്ലേ? ഒരു കഷ്ടപ്പെടുമ്പോ ആള് കൂടെ ഉണ്ടാവും നല്ല വാക്ക് പറയുന്നവരോട്. ദുഷിച്ച വാക്ക് പറയുന്ന കൂടെ ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെപ്പോഴും നല്ല വാക്ക് പറഞ്ഞ് ശീലിക്കണം. അപ്പൊ നല്ല വാക്ക് പറഞ്ഞ് ശീലിച്ച പുണ്യവുമായി, സഹായത്തിന് ആളുമായി. അത് രണ്ടും പോവും അതിഥിയെ പൂജിച്ചിട്ടില്ലെങ്കിൽ. അതാണ് സൂനിർദാം സംഗതം ബൃങ്ക്തേ ഇഷ്ടാപൂർത്തേ. ഇഷ്ടവും പൂർത്തവും പോവും, കൊണ്ടുപോകും. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടകർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, യാഗകർമ്മങ്ങൾ, വേദവിഹിതങ്ങളായ യാഗങ്ങളാണ് ഇഷ്ടങ്ങൾ. ഇഷ്ടം ചെയ്യാനുള്ളതാണ് ഇഷ്ടക അഥവാ ഇഷ്ടിക. നമ്മളിപ്പോൾ കാലം മാറിയിട്ട് ഇപ്പോൾ അത് വീടുണ്ടാക്കാനുള്ള സാധനമായിട്ടാണ് മനസ്സിലാക്കുന്നത്, ഇല്ലേ? ഹോമകുണ്ഡം ഉണ്ടാക്കാനുള്ള വസ്തുവാണ് ഇഷ്ടക. അതെ. അപ്പോ അങ്ങനെയുള്ള യാഗകർമ്മങ്ങളെ കൊണ്ട് എന്ത് പുണ്യമുണ്ടോ അതൊക്കെ കൊണ്ടുപോകും, ഒക്കെ നശിച്ചു. 10 യാഗം ചെയ്തു എന്നുകൊണ്ട് കാര്യമില്ല. ഒറ്റ പ്രാവശ്യം വീട്ടിൽ അതിഥിയെ പൂജിക്കാതിരുന്നാൽ ആ ചെയ്ത പുണ്യം മുഴുവൻ പോകും. പൂർത്തകർമ്മം എന്ന് പറഞ്ഞാൽ മറ്റ് പുണ്യകർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് വൃക്ഷങ്ങൾ കുഴിച്ചിടുക, വഴി വൃത്തിയാക്കുക, വഴിയോര സത്രങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അന്നദാന കേന്ദ്രങ്ങൾ തുടങ്ങുക, ആശുപത്രികൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ തുടങ്ങുക, തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ആയിരക്കണക്കിന് പൂർത്തകർമ്മങ്ങളുണ്ട്. ഒക്കെ പുണ്യകർമ്മങ്ങളാണ്. ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന പുണ്യം മുഴുവൻ നശിച്ചു. എപ്പോ? അതിഥിയെ പൂജിച്ചിട്ടില്ലെങ്കിൽ. വലിയ ശ്രദ്ധിക്കേണ്ടതാട്ടോ, തമാശയല്ല.
അപ്പൊ ഇഷ്ടാപൂർത്തേ പുത്ര പശുംശ സർവാൻ, മക്കള് നശിച്ചു പോകും, പശുക്കള് നശിച്ചു പോകും, പശുസമ്പത്ത് മുഴുവൻ പോവും. ആട്, പശു, വേറെന്തൊക്കെയാ, പട്ടി, പൂച്ച, കോഴി, കാക്ക, താറാവ് എന്ന് വേണ്ട നമ്മൾ വളർത്തുന്ന എല്ലാ ജന്തുക്കളും നശിച്ചു പോകും. അത് സാരല്ലായിരുന്നു, മക്കള് നശിച്ചു പോകും. മക്കളോരൊന്ന് പോകുമ്പോൾ നോക്കിയാൽ മതി, ഞാൻ ഏത് അതിഥിയാണ് വേണ്ടോണം പൂജിക്കാതിരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ മക്കള് നശിക്കുക പറഞ്ഞാൽ ഉപകാരപ്പെടാതിരുന്നാൽ മതിയല്ലോ, വിപരീതായാൽ മതിയല്ലോ, നാം മനുഷ്യന് തുല്യായില്ലേ, വിപരീതായാൽ മതി. അപ്പൊ വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ വേണ്ടതുപോലെ പരിപാലിച്ചില്ലെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ വരുന്ന പറയണത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ആശാ പ്രതീക്ഷേ സംഗതം സൂനൃതാം ച ഇഷ്ടാപൂർത്തേ പുത്ര പശുംശ സർവാൻ ഏതദ് വൃങ്ക്തേ, ഇതിനെ വരിക്കുന്നു. ആർക്ക്? പുരുഷസ്യൽപമേധസോ, അല്പബുദ്ധിയായ മനുഷ്യൻ. എന്താ അല്പബുദ്ധിയായ മനുഷ്യൻ എന്ന് പറയാൻ കാരണം? ബുദ്ധിയുള്ളവര് ഒരിക്കലും അതിഥിയെ ഉപേക്ഷിക്കില്ലല്ലോ. ഒരാൾ അതിഥിയെ വേണ്ടതുപോലെ പരിപാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ അല്പബുദ്ധിയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യന്മാരുടെ ഇതിനെ മുഴുവൻ വരിച്ചു കൊണ്ടുപോകുന്നു, എടുത്തു കൊണ്ടുപോകുന്നു. ആര്? യസ്യ നശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ, യസ്യ ഗൃഹേ, യാതൊരാളുടെ വീട്ടിൽ അനശ്നൻ ബ്രാഹ്മണ, ഭക്ഷണം കഴിക്കാതെ വേദം അധ്യയനം ചെയ്യുന്ന വിദ്യാർത്ഥി അഥവാ പണ്ഡിതൻ ഭക്ഷണം കഴിക്കാണ്ട് കഴിയുന്നുണ്ടോ? അല്ലാതെ ഉള്ളവരൊക്കെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിച്ചോളും. പണ്ഡിതന്മാരൊക്കെ ആവുമ്പോൾ അവരങ്ങനെ പോയി കഴിക്കുകയൊന്നുമില്ല, അവർക്ക് കൊടുത്താൽ തന്നെയേ കഴിക്കുള്ളൂ, ഇല്ലേ? അവരെ മര്യാദ പാലിക്കുന്നവരാ. നചികേതസിന് പകരം നമ്മളാരെങ്കിലും ആണെങ്കിൽ യമന്റെ അടുക്കള മുഴുവൻ തീർന്നിട്ടുണ്ടാവും, ഇല്ലേ? 3 ദിവസം കൊണ്ട്, ഇല്ല? അവിടെ പൊരിക്കലും വറക്കലൊക്കെ അവനവൻ തന്നെ ചെയ്ത് കഴിക്കും. എന്നുവെച്ചാൽ യമന്റെ പത്നീനെ വിളിച്ചിട്ട് കുറച്ച് കഴിച്ചോളൂ പറയും. പക്ഷേ മറ്റേയാളതല്ല, അതിഥിയാണ്, അതിഥിയുടെ മര്യാദ പാലിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുക. അപ്പൊ വരുന്ന ദോഷാണിത്. ഇതെല്ലാവരും ഒന്ന് കരുതുക. ഗൃഹസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കണം ഈ വിഷയം. എപ്പോഴും അതിഥി പൂജയ്ക്ക് തയ്യാറായിരിക്കണം. ഒരാളെയും നമ്മൾ വില കുറച്ച് കാണരുത്. ആരാണ് വന്നത് എന്ന് നമുക്ക് അറിയില്ല. പുറംമൂടികളോ വസ്ത്രങ്ങളോ ഒന്നും നോക്കരുത്. അത് ശ്രദ്ധിക്കണം. ഒരാളെ പോലും വില കുറഞ്ഞ് കാണരുത്. വ്യക്താണല്ലോ പറഞ്ഞത്. വ്യക്താണെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ നാശം, അത്രയേ ഉള്ളൂ. ഒരാളെ പോലും വില കുറഞ്ഞ് കാണരുത്. നമ്മൾ പുറമേയുള്ള മോടികളോ ഒന്നും അല്ല നോക്കേണ്ടത്. അതിഥിയാണോ, വീട്ടിൽ വന്നോ, അത് സേവിക്കണം. അതാണ്. അങ്ങനെയായിരുന്നു നമ്മൾ ഈ അടുത്ത് വരെ, ഇല്ലേ? ആര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ അമ്മ കഴിക്കുള്ളൂ. അങ്ങനെയായിരുന്നു. അവരെ ഇരുത്തി കഴിച്ച് എന്നെ കൂട്ടം നോക്കി നിന്ന് എന്താ വേണ്ടത് വെച്ചാൽ കൊടുത്തിട്ടേ കഴിക്കുള്ളൂ ഭക്ഷണം, അല്ലാണ്ട് കഴിക്കില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുകയില്ല, അപ്പോഴത്തെ തീർന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് അങ്ങനെ ഇരുത്താനുള്ള സ്ഥലം തന്നെ ഇപ്പൊ വീടുകളിലില്ല. എല്ലാരെയും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പഴയ വീടുകൾക്കൊക്കെ വലിയ വരാന്ത ഉണ്ടാവും, ചെറിയ കിടപ്പുമുറി ഉണ്ടാവും. ചെറിയ കിടപ്പുമുറി കിടക്കാൻ അത്രയേ വേണ്ടൂ സ്ഥലം. വരാന്ത അതല്ല, വരാന്ത വലുത് വേണം, കാരണം ആളെ സ്വീകരിക്കാൻ. ഇപ്പൊ നേരെ തിരിച്ചാ, വരാന്ത ഇല്ല, ഇനി ഉണ്ടെങ്കിൽ ഗ്രിൽസ് ഇട്ടിട്ട് കുടുക്കി കളയും. കിടപ്പുമുറിയോ ഒരു പന്ത് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അല്ല, ആവശ്യമാണ് ഇപ്പോളേ, അല്ലേ? കിടപ്പുമുറിയിൽ അത്ര ആവശ്യമുണ്ട്.
കാരണം വീടുകളൊക്കെ തന്നെ മിക്കവാറും യുദ്ധഭൂമികളാണ്, മിക്കവാറും വീടുകൾ. അല്ലാന്ന് ആർക്കാ പറയാൻ ധൈര്യമുള്ള? അത് കാലം മാറി, കോലം മാറി. ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഗൃഹസ്ഥന്മാര് വളരെ ശ്രദ്ധിക്കണം. അതിഥി പൂജ ഒന്നാമത്തെ ധർമ്മമാണെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വന്നാൽ അവരെ വെറും കൈയോടുകൂടി പറഞ്ഞയക്കരുത്. കുട്ടികൾ വന്നാൽ, അമ്മമാര് വന്നാൽ, സന്യാസിമാര് വന്നാൽ ഒക്കെ പറഞ്ഞയക്കരുത് വെറും കൈയോടുകൂടി. ശ്രദ്ധിക്കുക, നല്ലതാണ് ശ്രദ്ധിച്ചാൽ. ഇത് പറഞ്ഞയക്കരുതല്ലോ. എങ്ങനെയാ പറഞ്ഞയക്കുക? അമ്മേനെ വെറുതെ പറഞ്ഞയക്കാൻ പറ്റുമോ? അമ്മേനെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കണ്ടേ? വേണ്ടേ? വേണം. ആര് വന്നാലും. എങ്കിലും ഇതൊക്കെ ഒന്ന് വിശേഷം. വിദ്യാർത്ഥികളെ പ്രധാനമാണ്. ഒരു വിദ്യാർത്ഥി വന്നാൽ എന്താണെന്ന് മനസ്സിലാക്കി അവന് പഠനോപകരണമോ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുത്ത് പറഞ്ഞയക്കണം. അല്ലെങ്കിൽ വീടിന് തീ പിടിക്കണം നോക്കിയാൽ മതി. അതെ അതെ, നമ്മൾ മറ്റുള്ളവരെ മൂല്യശോഷണം നോക്കുകയാണ്. നമ്മളത് കണ്ണാടി ആദ്യം നമ്മളെ നേർക്ക് നോക്കട്ടെ. കണ്ണാടി നമ്മുടെ നേർക്ക് ആദ്യം ഒന്ന് തിരിച്ചു വെക്കണം. നമ്മൾ സമൂഹത്തിന്റെ മൂല്യശോഷണത്തെ കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ പ്രസംഗിക്കാറുണ്ട്. സമൂഹത്തിൽ നിന്ന് ധർമ്മമില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്നൊക്കെ. നമ്മളെ നോക്കാറുണ്ടോ? ശരിയാണ്, എല്ലാ തരക്കാരും ഉണ്ട്. കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, ഇല്ലാന്നൊന്നും പറയണില്ല. അതൊക്കെ എല്ലാ കാലത്തും ഇല്ലേ? രാവണന്റെ കാലത്ത് രാവണനില്ലേ? കംസന്റെ കാലത്ത് കംസനില്ലേ? പിന്നെന്താ? നല്ലതും ചീത്ത എല്ലാ കാലവും ഉണ്ട്. നമ്മൾ നന്നായിട്ട് പെരുമാറി സ്നേഹമായിട്ട് നിന്നാൽ ഒരു ദോഷവും ഇല്ല. ഏത് കള്ളനായാലെന്താ? ഏത് പെരുങ്കള്ളനായാലെന്താ? നമ്മളെന്തിനാ അത് നോക്കണത്? അവനെ നോക്കിയാൽ പോരെ? അവനെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവന് ഭക്ഷണം കൊടുക്കുക, അവന് സ്നേഹമായിട്ട് അവനോട് പെരുമാറുക, നല്ല ആരോഗ്യത്തോടു കൂടി പോയി കട്ടോളൂ എന്ന് പറയുക. അല്ലാണ്ട് എന്താ? വേറൊന്നും അല്ലല്ലോ പറഞ്ഞത്. വെള്ളവും ഭക്ഷണവും അല്ലേ, നല്ല വാക്കും. അതിനെന്താ ലുബ്ധമുള്ള? എന്ത്? വോട്ട് ചോദിച്ചു വരുന്ന പോലെ സന്തോഷമായിട്ട് ഇരുത്തണം. നല്ല വാക്ക് പറഞ്ഞൂടെ? നല്ല വാക്ക് പറയാലോ. കൊടുക്കോ കൊടുക്കാതിരിക്കോ നമ്മുടെ ഇഷ്ടമല്ലേ. നല്ല വാക്ക് പറഞ്ഞിട്ട്, നല്ല വാക്ക് പറഞ്ഞ് അവരെ സ്വീകരിക്കാലോ. ആര് വീട്ടിൽ വന്നാലും സ്വീകരിക്കണം, അത് മുഖ്യമാണ്. അതിപ്പോ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആശ്രമമാണ്. ആശ്രമത്തിനാച്ചാ വേണ്ടേ? വേണം. കാരണം ഇവിടെ ഗൃഹസ്ഥധർമ്മമാണ് പാലിക്കുന്നത്. ഗൃഹസ്ഥധർമ്മമാണ്, സന്യാസി ധർമ്മം അല്ല ആശ്രമത്തിൽ പാലിക്കേണ്ടത്. ആശ്രമത്തിൽ ആര് വന്നാലും ആദ്യം തന്നെ പോയി വെള്ളം കുടിക്കുവോ ഭക്ഷണം കഴിക്കുമോ എന്ന് പറഞ്ഞിട്ടേ വേറെ ലോഹ്യങ്ങൾ പാടുള്ളൂ. അതിന് സ്ഥലം വേണം. നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മണി അടിക്കുന്നുണ്ട്. എന്തിനാ മണി അടിക്കണത്? ആ മണിയടി ശബ്ദം കേട്ട ആര് വരുന്നുണ്ടോ അവർക്കൊക്കെ വിളമ്പണം. അവർക്കൊക്കെ വിളമ്പണം. അയ്യോ ഞങ്ങളിത് ആദ്യമുള്ളവരാണ്, ഞങ്ങൾ കഴിക്കട്ടെ എന്നിട്ട് മതി, പിന്നെ വന്നവർക്കൊന്നൊന്നുമില്ല. എന്താ ഉള്ളത് വെച്ചാൽ വീതിക്ക് എത്രയേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവിടെ സ്നേഹമാണ് മുഖ്യം.
അതിപ്പോ എന്ത് ചെയ്യാനാ, നമ്മളെ ഭാഗം എന്താണെന്ന് ക്ലിയർ ആക്കുക. മറ്റൊരാളെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മളെ ഭാഗത്തു നിന്ന് തെറ്റായൊരു വാക്ക് വരരുത്. നമ്മളെ ഭാഗത്തു നിന്ന് മധുരമായിട്ടേ പറയാവൂ. അയാൾ കരഞ്ഞാലും കൊള്ളാം, അയാൾ ചിരിച്ചാലും കൊള്ളാം, അത് നമ്മളെ ഉത്തരവാദിത്തമല്ല. നമ്മളെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അത് മാത്രമേ, അതല്ലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അത് മറ്റു വല്ലതും ചെയ്യാൻ പറ്റുമോ? വേറെ ആളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അയാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളെ വാക്കുകളെ കൊണ്ട് നമ്മൾ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാലോ. എന്താ വിരോധമുള്ളത്? ഒരു വിരോധമില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം, സൂനിർദാം എന്നുള്ളത്. ശരി, ബാക്കി ഇതിൻ്റെ ഭാഷ്യം അല്പം കഴിഞ്ഞ് പഠിക്കാം. ഒരു 10 മിനിറ്റ്. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം